മലയാള സിനിമയിൽ അത്യാവശ്യം പ്രോഗ്രസീവായ ആൺ കഥാപാത്രങ്ങളെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു. കുടുംബവാർത്തകൾ എന്ന സിനിമയിൽ ജഗദീഷ് അഭിനയിച്ച കഥാപാത്രം അത്യാവശ്യം പ്രോഗ്രസീവ് ആണെന്ന് പറഞ്ഞു. ഞാൻ പടം കണ്ടു നോക്കി. ആൾ മഹാ ടോക്സിക്കായ മനുഷ്യനാണ്. പടത്തിൻ്റെ തുടക്കത്തിൽ ഭാര്യ ഭർത്താവിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്യ എന്ന് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഭർത്താവ് കാപ്പി ഉണ്ടാക്കി കൊടുക്കുന്നു, ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നു. നല്ല കാര്യം. പക്ഷേ ഇത് കഴിഞ്ഞ് അടുത്ത ദിവസം ഈ പെണ്ണിൻ്റെ അമ്മ വീട്ടിൽ വരും. അപ്പോൾ ഭാര്യയെ പറ്റി പുള്ളി പറയുന്നത്, എന്റെ ഭാര്യയെ പോലെ പട്ടിക്കാട്ടുകാരിയല്ല അവന്റെ ഭാര്യ. അവർ MBBS സ്പെഷ്യലൈസ് ചെയ്തോണ്ടിരിക്കുക. എന്റെ കുട്ടിക്ക് എന്താ ഒരു കുറവ്? അയ്യോ, ഒരു കുറവില്ല. അമ്മൂമ്മ ഇവളെ നന്നായിട്ട് വളർത്തിയതിന്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവളുടെ അടുത്ത് ആരെങ്കിലും ഒന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ മാക്സിമം ഒന്ന് പല്ലരിച്ച് കാണിക്കും. അത്ര തന്നെ. പുറത്തെങ്ങനെ പോലെ തനി ബുദ്ധൂസ്. ടിവിയിൽ വാർത്തകൾ നേടി കാണിച്ചാൽ അപ്പൊ അതങ്ങ് ഓഫ് ചെയ്യും. വാർത്തകൾ പോയിട്ട് പടം നോക്കാൻ പോലും ന്യൂസ് പേപ്പർ മറച്ചു നോക്കൂല. ദോഷം പറയുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ നല്ല പൊതുവിജ്ഞാനമാണ്. ഇന്ദിരാഗാന്ധി ആരാണെന്ന് ചോദിച്ചപ്പോൾ എന്റെ അടുത്ത് തിരിച്ചു ചോദിക്കുക, ഗാന്ധിജിയുടെ മോളല്ലേന്ന്. പഠിപ്പ് കുറഞ്ഞ ആളെ തന്നെ നോക്കിയിട്ടാണ് ഇങ്ങനെ കല്യാണം പോലും കഴിക്കുന്നത്. PA കാരനായ ഞാൻ 3 പ്രാവശ്യം SSLC എഴുതി തോറ്റ നാട്ടിൻപുറത്തുകാരി പെണ്ണിനെ കെട്ടുന്നത് ഞാൻ വെറും പൊട്ടനായതുകൊണ്ടാ. പിന്നല്ലാതെ നിങ്ങളുടെ ട്രാജഡി ഒരിക്കലും എനിക്ക് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഉദ്യോഗസ്ഥയും ബിരുദധാരണയും ഉറപ്പണമൊന്നും വേണ്ട, ഒരു നാടൻ പെണ്ണ് തന്നെ മതി. പോരാത്തതിന് ഇങ്ങനെ തന്നെ മുന്നേ പറഞ്ഞിരിക്കുന്നത് മൂപ്പരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഉത്തമയായ ഭാര്യയെ തന്നെ കിട്ടിയെന്നാണ്. എന്റെ സങ്കല്പത്തിലുള്ള അതേ ഭാര്യ. കാലത്ത് എഴുന്നേറ്റ് കുളിച്ചീറൻ മാറി പുളിയിലക്കര മുണ്ടെടുത്ത് ഒരു കുറിഞ്ഞി പൂച്ചയുടെ മൃദുലതയോടെ മെല്ലെ മെല്ലെ നടന്നു വന്ന് അവൾ എന്നെ വിളിച്ചു. ബെഡ് കോഫി തരാൻ. കുളിച്ചു വരുമ്പോഴേക്കും കയ്യിൽ രാസനാഥി പൊടിയുമായിട്ട് അവൾ കാത്തിരിക്കുന്നുണ്ടാവും. മൂർധാവിൽ അവൾ തന്നെ നന്നായി തിരുമ്മിത്തരും. ഇല്ലെങ്കിൽ തലയിൽ നീരിറങ്ങും. ഒരു സ്കൂൾ കുട്ടിയെ പോലെ എന്നെ അണിയിച്ചെടുക്കും. കുപ്പായത്തിന്റെ ബട്ടൺസ് എങ്ങാനും പൊട്ടിയാൽ അപ്പൊ തന്നെ തുന്നിത്തരും. തീൻമേശയിൽ പ്രഭാത ഭക്ഷണം എല്ലാം തരും. വിളമ്പിയതെല്ലാം ഞാൻ വയർ നിറച്ച് കഴിച്ചോളാം. അല്ലെങ്കിൽ പരിഭവ മതി മതി എന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല. അടുത്ത ദിവസം ഈ ക്യാരക്ടർ ആളുടെ ചില ഫ്രണ്ട്സിനെ ആയിട്ട് വീട്ടിൽ വരും. നോക്കുമ്പോൾ, How are you? I am fine. It is very hot today. Maybe due to the clouds. ഇത് കണ്ടിട്ട് ഈ മനുഷ്യൻ, അവരുടെ മുമ്പിൽ എന്നെ കോമാളിയാക്ക. എന്റെ ക്ഷമയ്ക്ക് അതിലുണ്ട്. നിങ്ങളല്ലേ അവർ ഇംഗ്ലീഷൊക്കെ പറയണമെന്ന് പറഞ്ഞത്? ഇപ്പോൾ അതായോ കുറ്റം? 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇയാളുടെ ഭാര്യയ്ക്ക് ഏതോ ഒരു ചെറുക്കൻ ഒരു ലവ് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതറിഞ്ഞിട്ട് ഭർത്താവ് ഭാര്യ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. പപ്പൻ, നിന്റെ അപ്പൻ ദോശ 50,000 കൂടൊപ്പം തള്ളയും കൂടി രഹസ്യം വിളിക്കാൻ ശ്രമിച്ചപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. നിന്റെ നഗൽ കൂടി കണ്ടപ്പോ എനിക്ക് ഉറപ്പായി. നീ എന്താ പറഞ്ഞത്? ഇഷ്ടമല്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്തോളാം. എനിക്കെല്ലാം മനസ്സിലായി. നിന്റെ മനസ്സിൽ ഇപ്പോഴും അവനാ ആ ശപ്പൻ. മുത്തപ്പനാണ് സത്യം, ഗുരുവായൂരപ്പനാണ് സത്യം. നിന്റെ ചിറ്റമ്മ നിന്റെ അപ്പനെ ഭരിക്കുന്ന എന്നെ ഭരിക്കാമെന്ന് കരുതിയോ? ഒന്നുകളഞ്ഞാൽ നല്ല ക്ലാസ് മനുഷ്യൻ. അവസാനമായിട്ട് ഒന്നേ പറയാനുള്ളൂ. അതെ, അറിയാത്തോണ്ട് ചോദിക്കുക. നിങ്ങൾ പുരുഷന്മാർ ഉദ്ദേശിക്കുന്ന കുലീനയായ സ്ത്രീ ഏതാ? ഞാൻ പറഞ്ഞുതരാം. സാധുവായ കഠിനമായി ജോലി ചെയ്യുന്ന എല്ലായ്പ്പോഴും അടിമയെ പോലെ ഭർത്താവിനെ അനുസരിക്കുന്നവർ നല്ല സ്ത്രീ. അവർക്ക് ജോലിക്കാരിയുടെ സ്ഥാനം മാത്രമേ നിങ്ങൾ ഭർത്താക്കന്മാർ നൽകിയിട്ടുള്ളൂ. അതും ഈ സിനിമയിലെ തന്നെ വില്ലനായിട്ട് അവതരിപ്പിച്ച കൽപ്പനയുടെ കഥാപാത്രം പറഞ്ഞ ഡയലോഗാണിത്.